തസ്ബീഹ് നിസ്കാരം എന്ന് പറഞ്ഞത് പ്രത്യേക സമയമോ പ്രത്യേക കാരണമോ ഇല്ലാത്ത നിസ്കാരമാണ്. അതുകൊണ്ട് മുത്ലഖ് സുന്നത്തിന്റെ വിധിയാണ്. അപ്പോ കറാഹത്തായ വക്തുകളിൽ പാടില്ല. അതായത് സുബഹിസ്കരിച്ചതിന് ശേഷം സൂര്യോദിച്ച് ഒരു 7 മുഴം കാഴ്ചയിൽ വരുന്ന, അതായത് ഏകദേശം ഒരു 20 മിനിറ്റ് സൂര്യോദിച്ചിട്ട് കഴിയുന്നത് വരെ ഉള്ള സമയത്ത് നിസ്കരിക്കാൻ പാടില്ല. അസർ നിസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ മഗ്രിബ് ആകുന്നത് വരെയും പാടില്ല. നട്ടുച്ച സമയത്ത് വെള്ളിയാഴ്ച എല്ലാ ദിവസവും അതും പാടില്ല. അതേ സമയത്ത് ഹർമിലാണെങ്കിൽ സമയത്തിനൊന്നും കേടുമില്ല. മക്ക ഷരീഫിലെ ഹർമല, മദീനത്ത് വിടൂല കേട്ടോ. മക്ക ഷരീഫിലെ ഹർമലാണെങ്കിൽ സമയത്തൊന്നും വിരോധം. അപ്പൊ അങ്ങനെയാണ് വഖത്തിന്റെ കാര്യം. പിന്നെ തസ്ബീഹ് നിസ്കാരത്തിൽ നിന്ന് 2 റക്അത്ത് നിസ്കരിക്കുന്നു എന്ന നിയ്യത്തോടുകൂടി നമ്മൾ തക്ബീർ കെട്ടി വജ്ജത്ത് ഓതി, 2 രൂപമുണ്ട്. വജ്ജത്ത് ഓതി, ഫാത്തിഹ സൂറത്ത് ഓതി, ഏതെങ്കിലും ഒരു സൂറത്ത് ഓതുക. കിട്ടുന്ന ആളുകൾ സബ്ബഹ, യുസബ്ബിഹു എന്നീ വാക്കുകളെ കൊണ്ട് തുടങ്ങുന്ന സൂറത്തുകൾ കിട്ടുന്നവർക്ക് അതാ സുന്നത്ത്. അപ്പൊ എല്ലാം കിട്ടുക, ആകെ നമുക്ക് കിട്ടുക ഒരു സബ്ബിസ്മ റബ്ബിക്കല്ലേ. പിന്നെ വേണമെങ്കിൽ ജുമാ സൂറത്തും കിട്ടിയുന്ന ഒരു മേലെ തല പോയ സബ്ബിഹുലില്ലാഹി മാ ഫിസ് സമാവാതി കിട്ടുന്ന ഓതിക്കോളി. അങ്ങനെ 4 സൂറത്ത് തസ്ബീഹ് കൊണ്ട് തുടങ്ങുന്ന സൂറത്തുകളാണ് ഏറ്റവും നല്ലത്. അത് കിട്ടാത്തവരാണെങ്കിൽ 1-ാമത്തെ റക്അത്തിൽ ഫാത്തിഹയുടെ ശേഷം അൽഹാഖും തകാസുർ ഓതിയാൽ, അങ്ങനെ ചില മഹാന്മാര് ആയ പണ്ഡിതന്മാർ പറഞ്ഞിട്ട് 1-ാമത്തെ ഇപ്പൊ എല്ലാവർക്കും കിട്ടുമല്ലോ, അൽഹാഖും തകാസുർ സൂറത്ത്. ഞാൻ അതൊന്നും കിട്ടാത്തൊരു ഏത് സൂറത്ത് ഓതിയാലും മതി, ഒരു സൂറത്ത് ഓതണം എന്നുള്ളൂ. അങ്ങനെ ഇതിനു ശേഷം 15 വട്ടം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് ചെല്ലുക. അങ്ങനെ 15 വട്ടം ചെല്ലുക. എന്നിട്ട് പിന്നെ റുക്കൂയിൽ പോവുക. റുക്കൂയിൽ സുബ്ഹാന റബ്ബിയൽ അസീം വബിഹംദിഹി 3 വട്ടം ചെല്ലിയതിനു ശേഷം ഇതേ ദിക്റിനെ 10 വട്ടം ചെല്ലുക. പിന്നെ ഇഅ്തിദാലിൽ സമിഅല്ലാഹു ലിമൻ ഹമിദഹു റബ്ബനാ ലക്കൽ ഹംദു മിനൽ സമാവാതി വമിനൽ അർളി വമിൻ മാ ശിഅത മിൻ ശൈഇൻ ബഅദ് എന്ന ദിക്ർ ചെല്ലിയതിനു ശേഷം 10 വട്ടം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്നില്ല. പിന്നെ സുജൂദിൽ സാധാരണ ചെല്ലുന്ന സുബ്ഹാന റബ്ബിയൽ അഅ്ല ബിഹംദിഹി 3 വട്ടം ചെല്ലിയതിനു ശേഷം 10 വട്ടം അത് വീണ്ടും ചെല്ലുക. ഇടയിലെ ഇരുത്തത്തിലും തന്നെ സാധാരണ നമ്മൾ ചെല്ലുന്ന റബ്ബി ഗഫിർലി വർഹംനി വജ്ബർനി എന്നത് ചെല്ലിയതിനു ശേഷം 10 വട്ടം ചെല്ലുക. പിന്നെ 2-ാമത്തെ സുജൂദിലും ഇതുപോലെ തന്നെ സുബ്ഹാന റബ്ബിയൽ അഅ്ല ചെല്ലിയതിനു ശേഷം 10 വട്ടം ചെല്ലുക. പിന്നെ ഇസ്തിറാഹത്തിന്റെ ഒരു ഇരുത്തുണ്ടല്ലോ, അവിടുന്ന് നൃത്തത്തിക്ക് നേരെ പോകാതെ ഇരുന്ന്, ആ ഇരുത്തത്തിൽ പിന്നെ പ്രത്യേക വിക്രില്ലാത്തതുകൊണ്ട് ഇരുന്നാടെ തന്നെ എന്താക്കുക 10 വട്ടം ചെല്ലുക. അത് കഴിഞ്ഞിട്ട് പിന്നെ അല്ലാഹു അക്ബർ എന്ന് ചെല്ലണ്ട. കാരണം സുജൂദിൽ നിന്നിട്ട് ഇരുത്തത്തിലേക്ക് വരുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് ചെല്ലിയത് കൊണ്ട് പിന്നെ നൃത്തത്തിക്ക് പോവുകയാണ്, എഴുന്നേറ്റാ മതി. സാലിമാവ് പറഞ്ഞാൽ അപ്പുറം തക്ബീർ ചെല്ലാം ആട്ടെ. അങ്ങനെ ഒരു റക്അത്തിൽ ഇപ്പൊ 75 വട്ടായി. 2-ാമത്തെ റക്അത്തിലും അങ്ങനെ. 2-ാമത്തെ റക്അത്തിൽ ഇതുപോലെ ചെല്ലുമ്പോൾ പിന്നെ അവിടെ ഇസ്തിറാഹത്തിന്റെ അടുത്തില്ലല്ലോ, അത്തയ്യാത്തല്ലേ. അത്തയ്യാത്ത് ഓതുന്നതിന് മുമ്പ് അത്തടഞ്ഞില്ല. എന്നിട്ട് അത്തയ്യാത്ത് ഓതി സലാം വീട്ടുക. എന്നിട്ട് 2-ാമത്തെ റക്അത്ത്, അപ്പൊ 2 റക്അത്തിൽ മറ്റേ വൽ-അസ്രി ഓതുക. 1-ാമത്തെ അൽഹാഖും തകാസുർ, അതിന്റെ തൊട്ടടുത്തുള്ള വൽ-അസ്രി 2-ാം റക്അത്തിൽ ഓതുക. പിന്നെ അടുത്ത് വീണ്ടും തസ്ബീഹ് നിസ്കാരത്തിൽ നിന്ന് 2 റക്അത്ത് നിസ്കരിക്കുന്ന നിയ്യത്തോടുകൂടി തക്ബീർ കെട്ടി വജ്ജത്ത് ഓതി ഫാത്തിഹ ഓതി പറഞ്ഞേക്ക് ഖുൽ യാ അയ്യുൽ കാഫിറൂൻ ഓതുക. എന്നിട്ട് 15 വട്ടം തസ്ബീഹ് അല്ല. പിന്നെ നേരത്തെ പറഞ്ഞേക്ക് തന്നെ റുക്കൂയിൽ 10, ഇഅ്തിദാലിൽ 10, 1-ാമത്തെ സുജൂദിൽ 10, ഇടയിലെ ഇരുത്തത്തിൽ 10, 2-ാമത്തെ സുജൂദിൽ 10, ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തിൽ 10, അങ്ങനെ 75. ഇങ്ങനെ 2-ാമത്തെ റക്അത്തിൽ വീണ്ടും സലാം വിടുക. അങ്ങനെ 75 300 തസ്ബീഹാവും. ഒരു നിസ്കാരത്തിൽ 300 തസ്ബീഹാവും. ഈ ഇടയ്ക്ക് മറന്നുപോയി ഏതെങ്കിലും ഒരു സ്ഥലത്ത്, ഉദാഹരണം റുക്കു ഒരു ഓർമ്മയില്ലാതെ സമിഅല്ലാഹു ലിമൻ ഹമിദഹു പറഞ്ഞു പോയി, സുബ്ഹാന റബ്ബിയൽ അസീം ബിഹംദിഹി സുബ്ഹാന റബ്ബിയൽ അസീം ബിഹംദിഹി സുബ്ഹാന റബ്ബിയൽ അസീം ബിഹംദിഹി സമിഅല്ലാഹു ലിമൻ ഹമിദഹു. അപ്പൊ ആ 10 പോയല്ലോ. ആ 10 ഇഅ്തിദാലിൽ സാധാരണ ഇഅ്തിദാലിന്റെ 10 തന്നെ ചെല്ലാൻ പാടുള്ളൂ, മറ്റേ അവിടെ ചെല്ലാൻ പാടില്ല. തിരിച്ചു റുക്കൂക്ക് പോകാനും പറ്റൂല. പിന്നെന്താക്കുക, സുജൂദ് പോകുക. സുജൂദ് പോയിട്ട് സുബ്ഹാന റബ്ബിയൽ അഅ്ല പറഞ്ഞിട്ട് റുക്കൂയിൽ മറന്ന 10 ആദ്യം ചെല്ലുക, പിന്നെ സുജൂദത്തെ 10, അപ്പൊ 20 അവിടെ വെച്ചില്ല. ഇനി ഇഅ്തിദാലിൽ മറന്നാലും അങ്ങനെ തന്നെ. ഇഅ്തിദാലത്തെ മറന്നിട്ടുണ്ടെങ്കിൽ അത് എവിടെ ചെല്ലുക, സുജൂദ് ചെല്ലുക. അതുപോലെ തന്നെ നൃത്തത്തെ മറന്നാലും റുക്കൂയിൽ ചെല്ല. റുക്കൂയിൽ എത്തിയതിനു ശേഷം ഓർമ്മ വന്നു എന്നാ പിന്നെ എന്താക്കുക, ആ 15 ആദ്യം ചെല്ലുക, എന്നിട്ട് പിന്നെ 10 ചെല്ലുക. അങ്ങനെ 25 റുക്കൂയിൽ ചെല്ലുക. കാരണം നൃത്തവും റുക്കൂവും സുജൂദും നീണ്ട ഫർളുകളാണ്. മറ്റൊരിതിൽ നഷ്ടപ്പെട്ടാൽ അടുത്ത നീണ്ട ഫർദ് പറ്റും. ഇടയിലിരുത്തവും അതുപോലെ തന്നെ ഇഅ്തിദാലും ദീർഘമില്ലാത്ത ഫർളുകളാണ്, അവിടെ നീട്ടാൻ പാടില്ല. അത് അവിടുത്തെ തന്നെ എല്ലാം പാടുള്ളൂ. മറ്റോടത്ത് മറന്നാൽ അവിടെ ചെല്ലാതെ അതിന്റെ അടുത്തേല്. അങ്ങനെ ഒരു റക്അത്തിൽ 75 തസ്ബീഹ് ചെല്ലണം. സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. അങ്ങനെ 4 റക്അത്തിലും കൂടിയായിട്ട് 300 തസ്ബീഹ് വരും. ഇതാണ് ഇപ്പൊ ഇതിന്റെ ഒരു രൂപം. ഇനി മറ്റൊരു രൂപമുണ്ട്. 1-ാമത്തെ റക്അത്തിൽ തക്ബീർ കിട്ടി വജ്ജത്ത് ഓതുക. വജ്ജത്ത് ഓതിയിട്ട് 15 വട്ടം സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം ചെല്ലുക. എന്നിട്ട് ഫാത്തിഹ സൂറത്ത് ഓതി പറഞ്ഞേക്ക് സൂറത്ത് ഓതി 10 വട്ടം പിന്നെയും ചെല്ലുക. പിന്നെ റുക്കൂയിൽ 10, ഇഅ്തിദാലിൽ 10, സുജൂദിൽ 10, ഇടയിലിരുത്തത്തിൽ 10,
രണ്ടാമത്തെ സുജൂദിൽ 10 ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തിലില്ല. കാരണം നൃത്തത്തിൽ 15, 10, 25 ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തിൽ ചെല്ലാതെ അടുത്ത റക്അത്തിലേക്ക് പോവുക. അടുത്ത റക്അത്തിലും ഇതുപോലെ ചെന്നാട് പിന്നെ അവിടെ വജ്ജത്തില്ലല്ലോ. നിന്ന് ഫാത്തിഹ ഓതുന്നതിന് മുമ്പ് 15 ഇല്ല, ഫാത്തിഹ ഓതുക, സൂറത്ത് ഓതുക, അതിന് ശേഷം 10 ഇല്ല. അപ്പൊ നൃത്തത്തിൽ ഇങ്ങനെ 2 രൂപമുണ്ട്. ഈ 2 രൂപത്തിലും നിസ്കരിക്കാം. ഇനി തന്നെയല്ല, ചിലപ്പോ ഇങ്ങനെയും ചിലപ്പോ അങ്ങനെയാ. കാരണം എന്താന്ന് വെച്ചാല് 13 തരീഖിലൂടെ ഈ ഹദീസ് റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഹദീസിനെ പറ്റി ചിലർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇത് തസ്ബീഹ് നിസ്കാരം സ്ഥിരപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് അത് ബിദ്അത്താണ് എന്നൊക്കെ പറഞ്ഞവരുണ്ട്. പക്ഷേ മഹാന്മാരായിരിക്കുന്ന ഇമ്മത്ത് അതിന്റെ വ്യക്തമായ പരമ്പരയോടുകൂടി 13 പരമ്പരകളിലൂടെ ഈ ഹദീസിനുള്ള ഏറ്റവും വലിയ പ്രത്യേകത തസ്ബീഹ് നിസ്കാരം അഹ്ലു ബൈത്തിന്റെ നിസ്കാരമാവുന്നു. ഈ 13 പരമ്പരകളിൽ വന്നത് 12 അഹ്ലു ബൈത്ത് റിവായത്ത് ചെയ്ത് ഒറ്റ ഒന്നാണ് ഒരു അൻസാരി. അവർ അൻസാരിന്റെ പേരും പറഞ്ഞിട്ടില്ല. ജാബിർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ആണ് എന്നൊരു അഭിപ്രായം ഉണ്ട് എന്നല്ലാതെ റജുലുൻ മിനൽ അൻസാർ എന്ന് പറഞ്ഞിട്ടാ. അല്ലാത്ത ബാക്കി എല്ലാ ത്വരീഖും അഹ്ലു ബൈത്ത്. അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു, അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ അബ്ദുല്ലാഹി ബിൻ ജാഫർ റളിയല്ലാഹു തആല അൻഹു, ഉമ്മു ഐമൻ റളിയല്ലാഹു തആല അൻഹ തുടങ്ങിയിട്ട് ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ, അങ്ങനെ അഹ്ലു ബൈത്ത് മാത്രമാണ് ഈ ഹദീസിന്റെ പരമ്പര. അപ്പൊ അഹ്ലു ബൈത്ത് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പ്രത്യേകം വിളിച്ചുകൊണ്ട് അതിൽ സ്വന്തം തന്നെ ഹദീസ് സഹീഹ് അല്ലെങ്കിൽ ഹസനിന്റെ പദവി എത്തിയിട്ടുണ്ടെന്നും ഇത്രയും നീണ്ട പരമ്പരകൾ ഇതിനുള്ളത് കൊണ്ട് സഹീഹുൽ ഗൈരിഹി എന്ന പദവി ആയതുകൊണ്ട് എവിടെയും തെളിവിൽ ഉദ്ധരിക്കാൻ പറ്റുന്ന സ്ഥിരപ്പെട്ടതാണ് എന്നാണ് ഇതിനെപ്പറ്റി പഠനം നടത്തിയ ഇമാമിയങ്ങളായ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത്. അപ്പൊ അത് നമ്മളതിൽ സംശയിക്കേണ്ട ഒരു ആവശ്യമില്ല. അതിൽപ്പെട്ട അബ്ദുല്ലാഹി ബിൻ ജഅഫർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള റിവായത്തിലാണ് ഈ പറഞ്ഞ രണ്ടാമത്തെ രൂപമുള്ളത്. ഇങ്ങനെ ആദ്യം 15 ഇല്ല ഫാത്തിഹയുടെ മുമ്പ്, എന്നിട്ട് പിന്നെ സൂറത്ത് ഓതിയിട്ട് റുക്കുവിന് മുമ്പ് 10 ഇല്ല, അങ്ങനെ 15ഉം 10ഉം. അപ്പൊ അതനുസരിച്ച് എവിടെ ഉണ്ടാവില്ല, ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തിൽ തസ്ബീഹ് ഉണ്ടാവില്ല. ഈ രൂപം ആ രൂപത്തിന്റെ റിവായത്തിലുമാണ് ഇത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന്. ബാക്കി റിവായത്തുകളിലൊക്കെ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്നേ ഉള്ളൂ. അപ്പൊ 2 റിവായത്തിന്റെ അതുകൊണ്ടാണ് ചിലപ്പോ അങ്ങനെയും ചെല്ലാ ചിലപ്പോ ഇങ്ങനെയും ചെല്ലാന്ന് പറയുന്നത്. ഗസാലി ഇമാം റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത് ഇങ്ങനെ തന്നെയാണ്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന് തന്നെയാണ്. അത് പറയാൻ കാരണം ഇമാം സുബൈദി ഈ ഇനിയന്റെ ശറയിൽ ഈ ഹദീസിന്റെ എല്ലാ പരമ്പരകളും അതിന്റെ വ്യത്യസ്ത തുറക്കുകളിലൂടെ ഉദ്ധരിച്ച് അതിന്റെ ബലാബലങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം പറഞ്ഞു ഇങ്ങനെ ഈ പറയുന്ന അബ്ദുല്ലാഹി ഇബ്നു ജഅഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ റിവായത്താണ് ഈ പറഞ്ഞ രണ്ടാമത്തെ രൂപം. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു തആല അൻഹു ഈ റിവായത്തനുസരിച്ചായിരുന്നു അമൽ ചെയ്തിരുന്നത്. ഇമാമിങ്ങളിൽപ്പെട്ട അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒക്കെ സമശീർഷനായ മുജ്തഹിദായ ഇമാമിങ്ങളിൽപ്പെട്ട വലിയ മഹാനാണ് അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം അമൽ ചെയ്തിരുന്നത് ഈ രണ്ടാമത്തെ അബ്ദുല്ലാഹി ഇബ്നു ജഅഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈ റിവായത്തനുസരിച്ച്. അപ്പോ നമ്മൾ ഇമാമിങ്ങൾ പറയുന്ന രണ്ടും അമൽ ചെയ്യാം. അതുകൊണ്ട് ചിലപ്പം സമയം കുറവ് തോന്നുകയാണെങ്കിൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ഒഴിച്ചുകെട്ട് സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്നത് മാത്രം ചെല്ല. സമയമൊക്കെ ഉണ്ടാവുമ്പോൾ സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം മുഴുവനായിട്ട് ചെല്ല. അങ്ങനെ ചെല്ലുമ്പോൾ തന്നെ 2 രീതിയിൽ നിസ്കരിക്കാം. ചിലര് 2 ഇല്ലാലും 2 രീതിയിൽ നിസ്കരിക്കാം. 25 വട്ടം നൃത്തത്തിൽ ചൊല്ലിയിട്ട് ഇസ്തിറാഹത്തിന്റെ നൃത്തത്തിൽ ഒഴിവാക്കിയിട്ടും അല്ല 15 വട്ടം നൃത്തത്തിൽ ചൊല്ലിയിട്ട് ഇസ്തിറാഹത്തിൽ 10 ചൊല്ലിയിട്ട് അങ്ങനെയാകാം. ചുരുക്കി പറഞ്ഞാൽ മൊത്തം 300 തസ്ബീഹ് വരണം. ഓരോ റക്അത്തിലും 75 വീതവും വരണം. ഇതാണ് നിസ്കാരം. വളരെ കുറഞ്ഞ സമയം മതി. വളരെ ആശ്വാസം നിസ്കരിക്കുകയാണെങ്കിൽ 25 മിനിറ്റ് വേണം. കുറച്ചൊന്നും തിരക്കിലാണെങ്കിൽ 20 മിനിറ്റ് കൊണ്ട് തന്നെ നിസ്കരിക്കാനും ആവും. അപ്പൊ അത് വലിയൊരു ദോഷം പൊറുക്കാൻ വളരെ സഹായകമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. അപ്പൊ അത് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ഏറ്റവും ആവശ്യം അതാണ്. നമ്മളൊക്കെ കൽബ് ആകെ കറുത്ത് വല്ലാതെ കരിവാളിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഹിദായത്തിന്റെ ഈമാനിന്റെ നൂറൊന്നും നമ്മളെ കൽബിൽ വരാത്തത്. അതിന് വേണ്ടത് ഒറ്റൊന്നാണ് ഈ ശുദ്ധീകരണം. കൽബ് ശുദ്ധിയാക്കാൻ വേണ്ട തൗബയും ഇസ്തിഗ്ഫാറും. അതിന് ഏറ്റവും സഹായകമാവുന്ന തസ്ബീഹ് നിസ്കാരം കഴിയുമെങ്കിൽ ദിവസവും ഒരിക്കലെങ്കിലും നിസ്കരിക്കുക. അത് സാധിക്കാത്തവർ ആഴ്ചയിൽ എല്ലാ വെള്ളിയാഴ്ചയും നിസ്കരിക്കുക. അതൊന്നും സാധിക്കാത്തവർ മാസത്തിൽ ഒരിക്കലെങ്കിലും നിസ്കരിക്കുക. അതില്ലാത്തവർ റമളാൻ മാസത്തിലെങ്കിലും നിസ്കരിക്കുന്നങ്ങനെ അത് നമ്മുടെ ദോഷം പൊറപ്പിക്കും. അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ ചുരുങ്ങിയത് അള്ളാഹുവിനെ കാണാൻ സദുദ്ദേശത്തോടുകൂടി ഇഖ്ലാസോടുകൂടി തഹജ്ജുദ് നിസ്കരിക്കാൻ ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അവനിലേക്ക് അടുക്കാൻ ആവശ്യമാവുന്ന സ്വാലിഹ് അമലുകൾ വർദ്ധിപ്പിക്കാനുള്ള തൗഫീഖ് തന്നവൻ നമ്മെ അനുഗ്രഹിക്കും.